നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 256 256. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 16 23-ാമത്തെ ശ്ലോകമാണ് ഇനി പറയേണ്ടത്. ന ത്വം ദ്വിജോത്തമകുലം യദിഹാത്മഗോപം ഗോപ്താവൃഷസ്വർഹണേന സസൂനൃതേന തർഹേവ നക്ഷ്യതി ശിവസ്തവ ദേവബന്ധാ ലോകോ അഗ്രഹീഷ്യ ഋഷഭസ്യ ഹിതൽ പ്രമാണം എന്നാണ് അതിൻ്റെ ആ 23-ാമത്തെ ശ്ലോകം പറയുന്നത്. ഇനി അതിൻ്റെ ഒരു വാക്കാർത്ഥം നോക്കുക. ദിവ്യമൂർത്തേ, ദേവ എന്ന് പറഞ്ഞാൽ ദിവ്യമൂർത്തേ, യാതൊന്നു കാരണമായിട്ട് ആത്മാവായ അങ്ങയാൽ രക്ഷിക്കപ്പെടുവാൻ യോഗ്യമായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ വംശത്തെ ഉത്കൃഷ്ടനായ അങ്ങ് പ്രിയവാക്യത്തോടു കൂടിയ മംഗളകരമായ പൂജനത്താൽ സ്വർഹണേന എന്നാണ് വാക്ക്. മംഗളകരമായ പൂജനത്താൽ, പൈശാചികമായിട്ടുള്ള പൂജ, മധ്യമവും അധമവുമായ രീതിയിൽ ചൈതന്യത്തിനെ പൂജിക്കരുത്, അപകട, അത്ര എനിക്ക് പറയുള്ളൂ. അപ്പോൾ ന ഗോപ്തായതി, രക്ഷിക്കയില്ലെങ്കിൽ അപ്പോൾ തന്നെ അങ്ങയാൽ സ്ഥാപിതമായ കല്യാണകരമായ മാർഗം, മംഗളത്തെ തരുന്നത്, അങ്ങയാൽ സ്ഥാപിതമായ കല്യാണകരമായ മാർഗം നശിക്കും. എന്തുകൊണ്ടെന്നാൽ ലോകവാസി ജനം ശ്രേഷ്ഠൻ്റെ ആ കർമ്മത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കും. ഓരോ ദേശത്തിലെ അംശത്തിലെ ആൾക്കാരും അതാത് ദേശത്തെ അല്ലെങ്കിൽ ഗ്രാമത്തിലെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്യണു അത് അനുകരിക്കാനാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അവർ മദ്യസേവ ചെയ്ത് എന്താ പറയുക, കള്ളച്ചൂത് കളിച്ച് അല്ലെങ്കിൽ ചീട്ട് കളിച്ച് സ്ത്രീ സേവ ചെയ്ത് സ്വകുലം നശിപ്പിച്ചാൽ സംശയമൊന്നുമില്ല മറ്റുള്ളവരും അതേപോലെ ചെയ്യും. കാരണം എന്താ, അതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അവസാനത്തെ റിസൾട്ട് വരുമ്പോൾ വളരെ മോശമായിട്ട് വരും. അപ്പോൾ തലപ്പത്തിരിക്കണവർ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. കാരണവന്മാർ സൂക്ഷിച്ചാൽ അനന്തരന്മാർ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. ഹേ ദിവ്യമൂർത്തേ, ധർമ്മജ്ഞാനാദി മാർഗങ്ങളെ ലോകത്തിൽ നിലനിർത്തുവാൻ തക്ക വൈഭവത്തോടു കൂടിയ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ വംശം നിന്തിരുവടിയാൽ സംരക്ഷിക്കപ്പെടുവാൻ യോഗ്യമായതുകൊണ്ട് പ്രിയവാക്യപൂർവകമായ സൽക്കാരാദികളെ ചെയ്ത് നിന്തിരുവടി ആ വംശത്തെ സംരക്ഷിക്കാതിരുന്നാൽ വേദോക്ത കർമാനുഷ്ഠാന രൂപമായ ശോഭനമാർഗം ലോകത്തിൽ ഇല്ലാതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ ഉത്കൃഷ്ടന്മാർ ചെയ്യുന്നതിനെ മറ്റുള്ളവർ പ്രമാണമായി സ്വീകരിക്കുന്നത് ലോകസ്വഭാവമാകുന്നു എന്നാണ്. ലോകസ്വഭാവം. പുരുഷോത്തമനായ നിന്തിരുവടി ബ്രാഹ്മണ കുലത്തെ ആദരിക്കുമ്പോൾ ഇതരന്മാരും ആദരിക്കും. ആദരിക്കാത്തവരെ നരകം ഭുജിക്കും. അതുകൊണ്ട് അതിനാൽ ആ വംശം നിലനിൽക്കും. അപ്പോൾ വേദമാർഗവും ലോകത്തിൽ നിലനിൽക്കും, അല്ലെങ്കിൽ നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നിന്തിരുവടി ബ്രാഹ്മണരെ പ്രശംസിച്ച് ആദരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അനുഭവം പറയാം.
ഒന്ന് 2001 ഒരു സപ്താഹം ആദ്യമായിട്ട് സപ്താഹം കുറിച്ചു. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴാൻ വേണ്ടി പോയ സമയത്ത് ആദ്യം ഞാൻ കയറിയത് നാരായണാലയത്തിലാണ്. കാരണം ഈ ആഞ്ഞം മാധവൻ നമ്പൂതിരി എൻ്റെ നാട്ടുകാരനാണ്, മരുദൂരം എന്ന് പറയും, പട്ടാമ്പിക്കടുത്ത് മരുദൂരം. അപ്പോൾ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ അനിയൻ കൃഷ്ണൻ നമ്പൂതിരിയോടുള്ള ബഹുമാനം. അപ്പോഴേക്കും അവിടെ എന്ത് ചെയ്തിരുന്നു, ഈ അധ്യാത്മക ആചാര്യൻ മാധവൻ നമ്പൂതിരി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് 2001 ജനുവരി ഫെബ്രുവരി കാലത്തെ സെപ്റ്റംബർ മാസമായിട്ട്, കാരണം വൃശ്ചിക മാസത്തിലാണല്ലോ സപ്താഹം കുറിച്ചിട്ടുള്ളത്. അതിന് ജസ്റ്റ് മുമ്പ് പോയി. അത് വലിയ തിരക്കൊന്നുമില്ല അവിടെ. എൻ്റെ പോക്കറ്റിൽ ഇട്ടപ്പോൾ 4 അണ കിട്ടിയത്, ഓൺലി 25 പൈസ. അതെടുത്ത് ആ മലത്തി വെച്ച ഭാഗവതത്തിൽ വെച്ച് തൊട്ട് തലയിൽ വെച്ച് ഞാനൊന്ന് നമസ്കരിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ അമ്പലത്തിൽ പോയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പ്രഭാഷണം സപ്താഹം വായന നടക്കുന്നുണ്ട്. കയറി ചെന്ന് നോക്കുമ്പോൾ എന്താ, ദോമ്പുവിലി ഇളയതിൻ്റെയാണ്. അപ്പോൾ ദോമ്പുവിലി ഇളയതിന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല എൻ്റെ ഒപ്പം വായിക്കാം എൻ്റെ സ്റ്റുഡൻ്റാണ് അവർ, ഈ ഇളയതിൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ദോമ്പിവിലിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവർ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവരാണ് ഒരു സ്ത്രീയാണ് ക്ലാസ് ഞാൻ വരാം എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് അവിടെ വായിക്കണത്. അപ്പോൾ ഇളയത് ഞാൻ പോയി നമസ്കരിച്ചു. ഇളയത് പറഞ്ഞു 2 അധ്യായം വായിക്കൂ. ഒരധ്യായം വായിക്കുമെന്നാണ് പറഞ്ഞത്. ഒരധ്യായം വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഞാനും സമർപ്പണമായിട്ടാണല്ലോ അപ്പോൾ എനിക്ക് ഒരു ഭക്തി കൂടി തോന്നുന്നു, ആർദ്രതയോ എന്തൊക്കെയോ വന്നു. 3-4 അധ്യായം വായിക്കാൻ പറഞ്ഞു. 3-4 അധ്യായം വായിക്കുമ്പോൾ ഭഗവാൻ ആനപ്പുറത്ത് ശിവേലിക്ക് എഴുന്നള്ളാണ്. വൈകുന്നേരം നട തുറന്നിട്ടുള്ള ശിവേലിക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി, ആനന്ദ കണ്ണീര് വന്നു. ഭഗവാൻ ആനപ്പുറത്ത് കയറിയിരുന്നിട്ട് എൻ്റെ ശബ്ദം കേൾക്കുമല്ലോ. സർവജ്ഞനാണ്, ചുമരിലും ഓരോ സിമെൻറ്റ് പാർട്ടിക്കിൾസിലും ഭഗവാനുണ്ട് എന്നൊക്കെയാണ് ധാരണ. അപ്പോൾ ആ ബ്രാഹ്മണ ഭക്തി പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നവാഹം കുറിച്ചു 2013 ഓങ്ങല്ലൂർ. അപ്പോൾ ഞങ്ങളുടെ കടപ്പുറമ്പത്തുകാവ് തന്ത്രി, അദ്ദേഹം ബാംഗ്ലൂരിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റിൽ ജോലിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള കാരണവർ മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിനാണ് നറുക്ക് വീണത് തന്ത്രിയായിട്ട് ആ കുടുംബത്തിൽ. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം വന്ന് പങ്കെടുത്തു. വീണ് നമസ്കരിച്ച് ഞങ്ങൾക്കൊരു 1501 റുപ്യ സംഭാവനയും തന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു യതിപൂജ ചെയ്തു. അതാണ് ഏറ്റവും വലിയ താല്പര്യം ഉണ്ടായത്. അപ്പോൾ എൻ്റെ അടുത്തൊരു പറ്റിയൊരു പെശക്, സാധാരണ ഈ തുളസിപ്പൂവ് യതിപൂജയ്ക്ക് ശിരസ്സിൽ ഇടും, പാദത്തിലിടാറ് പതിവില്ല. അത് ഗുരുവായൂരപ്പൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഇടാം, മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ സാക്ഷാൽ യതി ആളെന്നുള്ള സങ്കല്പത്തിൽ കാലിലിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജഗോപാലിനെ അറിയാഞ്ഞിട്ട് ചെയ്തതാണോ അറിവില്ലായ്മ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു അറിവില്ലായ്മ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ എൻ്റെ മുമ്പിൽ കല്ലൂര് നമ്പൂരി സാക്ഷാൽ ഭഗവതിയായിട്ടാണ് ഞാൻ കണക്കാക്കണത്. അപ്പോൾ പിന്നെ ഞാൻ കടപ്പുറമ്പത്തുകാവ് അടിമ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഇനി അത് എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ആനന്ദ കണ്ണീര് വന്നു. കാരണം എന്താ വിചാരിച്ചാൽ ഈ ഭക്തിയുടെ മാധ്യമത്തിന് അതിനൊരു പ്രബലത കൂടും. ആര് എങ്ങനെ വിചാരിക്കണോ അങ്ങനെയാണ് ഫലം, മനസ്സിലായില്ലേ? പിന്നെ നാരായണ ജപമാഹാത്മ്യം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ കാരണം ഈ മൂവാറ്റുപുഴ ഭാഗത്തുള്ള ഒരു നമ്പൂതിരിയാണ്. അദ്ദേഹം 2019 അതെ 19 ഒന്നുകൂടി ഇതായിട്ട് പറയാം,
2020 ഫെബ്രുവരി മാസം 18-ാം തീയതി 19-ാം തീയതി തൊട്ടൊരു ബുധനാഴ്ച, അന്ന് ഏകാദശി ദിവസമാണ്. അപ്പോൾ 2019 അഷ്ടമി രോഹിണിക്ക് ഗുരുവായൂർ ദേവസ്വം നടത്തണ ഒരു മൂലം സപ്താഹം നടത്തുന്നുണ്ട് നാരായണ ഭട്ടതിരി ഹാളിൽ വെച്ചിട്ട്. അതിലെനിക്ക് ഒരു എന്താണെന്ന് പറയുക, ഒരു ലോട്ടറി അടിച്ചു. 2-ാം ദിവസം ചതുശ്ലോകി ഭാഗവത്തിന് അർത്ഥം പറയാനാണ് എനിക്ക് യോഗം കിട്ടിയത്. അത് എൻ്റെ കയ്യിൽ പല ഗ്രന്ഥങ്ങൾ, സുബ്രഹ്മണ്യൻ തിരുമ്പുമ്പിൻ്റെ ഉണ്ട്, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുണ്ട്, പിന്നെ പിന്നെ മുഴങ്ങോട്ടുകുള കൃഷ്ണപ്പിള്ളയുടെ വൃത്താനുവൃത്തം ഒന്നുണ്ട്, പിന്നെ മൂലമുണ്ട്. ഇതിന്നൊക്കെ ഞാൻ പല ആചാര്യന്മാരും എങ്ങനെയാണ് ഇത് വിസ്തരിച്ചിരുന്നത് അതെല്ലാം കൂടി ഞാനൊന്ന് കൂട്ടിക്കലക്കി ഒരു കിച്ചടിയാക്കി കൊണ്ടുപോയിട്ടാണ് പ്രഭാഷണം ചെയ്തത്. അപ്പോൾ സഭയിലുള്ള ഒരു തിരുമേനി ഇത് കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് അനുഗ്രഹിച്ചു പറഞ്ഞു, അദ്ദേഹം ഒരു റിട്ടയേർഡ് മാഷാണ്. 3 മാസം കൂടുമ്പോൾ ആധ്യാത്മിക ഹാള് എടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് പ്രഭാഷണം ചെയ്യിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അടുത്ത പ്രഭാഷണം താൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞു. ഓ ശരി. അങ്ങനെയാണ് നാരായണ ജപ മാഹാത്മ്യം എന്നുള്ള ഹെഡിങ്ങിൽ ഒരു പ്രഭാഷണം ചെയ്തത്. പിന്നെ കൊറോണ വന്നപ്പോൾ പിന്നെ ഇത് എന്താ ചെയ്യുക അറിയാതെ ഉണ്ടായപ്പോഴാണ് നാരായണ ജപ മാഹാത്മ്യം ബ്രാക്കറ്റിൽ ഭാഗവതം, സുബ്രഹ്മണ്യൻ തിരുമ്പുമ്മൻ്റെ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു. ഇന്നിപ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ 3200 പ്രഭാഷണമുണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതം, ശ്രീമദ് ഭാഗവതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഞാനിതൊക്കെ പറഞ്ഞത്? ബ്രാഹ്മണ ഭക്തി. ബ്രാഹ്മണൻ എങ്ങനെയാവണം? മമതില്ലാത്ത ബ്രാഹ്മണനായിരിക്കണം. സമൂഹം നന്നാവണം എന്നുള്ളൊരു വിചാരമുള്ളൊരു ബ്രാഹ്മണനായിരിക്കണം. അദ്ദേഹത്തിന് പുരാണ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും താല്പര്യം ഉണ്ടാവണം. താല്പര്യമുള്ളവരെ പുഷ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവണം, പുള്ളി ചെയ്യരുത്. അങ്ങനെയുണ്ട് ചില ആചാര്യന്മാർ, അങ്ങനെയുണ്ട്. അതല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സന്മാർഗ നിരതനായിരിക്കാനുള്ള കാര്യത്തിൽ ഒട്ടനവധി ആശിസ്സുകൾ, അനുഗ്രഹാശിസ്സുകൾ എൻ്റെ അച്ഛൻ അയ്യരായത് കൊണ്ടാണോ എനിക്കറിയില്ല, എന്താണെന്ന് പറയുക, സ്വയം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചുള്ള ആൾക്കാരുണ്ട്. പ്രമോഷയോ. അപ്പോൾ ഈ ബ്രാഹ്മണരെ പ്രശംസിച്ച് ആദരിക്കണം നമ്മളെന്ന് പറയാനാണ് നിങ്ങളുടെ ഒരു 10 മിനിറ്റ് സമയം ഞാൻ എടുത്തത്. അത് സാരമില്ല. ഇനി 24-ാമത്തെ ശ്ലോകം പറയുന്നു, തത്തേ അനഭീഷ്ടം ഇവ സത്വനിധേർവിധിൽസോ ക്ഷേമം ജനായ നിജശക്തിഭിരുദ്ധൃതാരേ നൈതാവതാത്രധിപതേർഭദവിശ്വഭർത്തു തേജക്ഷതം ത്വനതസ്യ സതേ വിനോദ. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ, ജനനത്തിനായി കൊണ്ട് ക്ഷേമത്തെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനും സ്വശക്തികളാൽ നശിപ്പിക്കപ്പെട്ട ശത്രുക്കളോട് കൂടിയവനും സത്വഗുണത്തിൽ ഇരിപ്പിടവുമായ നിന്തിരുവടിക്ക് ധർമ്മനാശം അനഭീഷ്ടം ഇവ, അതായത് ഇഷ്ടമില്ലാത്തതു തന്നെ, ത്രിഗുണങ്ങളുടെ അധിപനും ലോകങ്ങളെ ഭരിക്കുന്നവനുമായ അങ്ങയ്ക്ക് ഇത്രമാത്രം കൊണ്ട് പ്രഭാവം നശിക്കുന്നില്ല. കാരണം അത് സമുദ്രമാണ്. ആരത്ര എടുത്ത് കുടിച്ചാലും പിന്നെ സമുദ്രത്തിൽ വെള്ളം അത്ര ഉണ്ടാവും. അപ്പോൾ പ്രഭാവം നശിക്കുന്നില്ല. നമസ്കരിക്കുന്ന അങ്ങയ്ക്ക് ആ നമസ്കാരം അങ്ങ് ലീലാവിനോദം ചെയ്യുകയാണെന്നെങ്കിൽ കൂടി അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ശരിക്കുള്ള ധർമ്മത്തിൻ്റെ ഒരു പാത വെട്ടിത്തുറന്ന് തരുന്ന കൂട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. പ്രഭുവായ ഭഗവാൻ ബ്രാഹ്മണരെ നമസ്കരിക്കുന്നത് സ്വപ്രഭാവത്തിന് ഹാനികരമല്ലയോ എന്ന ശങ്കയെ പരിഹരിക്കുന്നു. വേദോക്ത കർമാനുഷ്ഠാനരൂപമായ ധർമ്മം ലോകക്ഷേമമായതുകൊണ്ട് അതിനെ
വിരോധിക്കുന്ന അധനിഷ്ഠന്മാരായ ശത്രുക്കളെ ജ്ഞാനക്രിയാശക്തികളെ കൊണ്ട് സംഹരിപ്പാൻ വേണ്ടി പ്രതിയുഗം അവതരിക്കുന്ന നിന്തിരുവടിയുടെ അഭീഷ്ടം ധർമ്മം നശിക്കാതിരിക്കണമെന്ന് തന്നെയാകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? ധർമ്മം നശിക്കരുത്. ത്രിഗുണങ്ങൾക്കും ത്രിലോകങ്ങൾക്കും അധിപനും പാലകനുമായിരിക്കുന്ന അങ്ങ് ബ്രാഹ്മണരെ നമസ്കരിച്ചതുകൊണ്ട് അങ്ങയുടെ പ്രഭാവം നശിക്കുന്നില്ല. ആ നമസ്കാര പ്രവൃത്തിയും അങ്ങയുടെ ഒരു ലീലയായിരിക്കുന്നതേയുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ എത്ര ഔന്നത്യത്തിലിരിക്കുകയാണെങ്കിലും പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സിന് തോന്നുകയാണ് ഒരു വ്യക്തി നമുക്ക് എതിരെ വരികയാണ്, അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടുണ്ട്, പൂണൂരൊന്നും കാണാനില്ല വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി ഹൂവർ ഇറ്റ് മേ ബി ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിന് തോന്നുകയാണ് ഇദ്ദേഹം ഒരു ജ്ഞാനിയാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ ഉടനെ കാല് നമസ്കരിക്കുക. മുട്ടുകുത്തി നമസ്കരിച്ചാൽ മതി വഴിയിലാണെങ്കിൽ. അല്ല, സൗകര്യം ഉണ്ടെങ്കിൽ നീണ്ടു നിർന്ന് നമസ്കരിച്ചോളൂ. അദ്ദേഹം അത് സ്വീകരിച്ചില്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രശ്നമുണ്ടോ? അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചൈതന്യവും ഇത് കണ്ടു നിൽക്കുന്ന വ്യക്തികളുടെ ചൈതന്യവും നമ്മളെ ബ്ലസ് ചെയ്യാതെ കണ്ടിരിക്കില്ല. പ്രശ്നമില്ലേ? ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകം. യം വാനയോർദമമദീശ ഭവാൻ വിദത്തേ വൃത്തിം നുവാ തദനു മന്മഹി നിർവ്യളീകം അസ്മാസു വാ യ ഉചിതോ ത്രിയതാം സദണ്ഡോ യേ അനാഗസോ വയമനുക്ഷം അഹി കിൽബിഷേണ. ഇതാണ് ശ്ലോകം. ഇതിൻ്റെ വാക്കാർത്ഥം, ഈശ്വര, ഈ രണ്ടു പേർക്ക് യാതൊരു ദണ്ഡത്തെയോ വൃത്തിയെയോ നിന്തിരുവടി ചെയ്യുന്നുവോ? യാതൊന്നുകൊണ്ട് അപരാധികളല്ലാത്ത ഇവരെ ഞങ്ങൾ ദുഃഖത്തോടുകൂടെ യോജിപ്പിച്ചു. ഞങ്ങളിലാകട്ടെ ഉചിതമായ യാതൊരു ദണ്ഡം വിധിച്ചാലും അതിനെ അപ്രിയമില്ലാതെ ഞങ്ങൾ മാനിച്ചു കൊള്ളാം. അതായത് ഞങ്ങളിപ്പോൾ ജൈവജയന്മാരെ ശപിച്ചു, മാത്രമല്ല അവർക്ക് ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ് എന്നാണ് അങ്ങ് പറഞ്ഞു വിചാരിച്ചാൽ അങ്ങ് വിധിക്കുന്ന ശാപം ഞങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുമ്പോൾ ക്ലിയറാവും. ഭഗവാൻ അരുളി ചെയ്ത വാക്യത്തിൻ്റെ താല്പര്യത്തെ ഒരു വിധത്തിൽ നിരൂപിച്ചതിൻ്റെ ശേഷം ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു സനൽകുമാരാദികൾ. ഹേ ഭഗവൻ, സർവേശ്വരനായ നിന്തിരുവയുടെ മുമ്പാകെ ഞങ്ങൾ ചെയ്യുന്നതായ നിഗ്രഹാനുഗ്രഹങ്ങൾ സാരമുള്ളവയല്ല. അങ്ങക്ക് വീറ്റു ചെയ്യാവുന്നതേ ഉള്ളൂ. നിന്തിരുവടിക്ക് അതിനെ മറ്റൊരു വിധത്തിലാക്കുവാൻ അധികാരവും ശക്തിയുമുണ്ട്. അന്യതാകരിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അങ്ങക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ദ്വാരപാലന്മാർക്ക് ഏതൊരു വിധമായ ദണ്ഡമോ അനുഗ്രഹമോ ഉചിതമെന്ന് വിചാരിക്കുന്നുവോ അതിനെ ചെയ്യണം. ദ്വാരപാലകന്മാരുടെ നിലയിൽ സ്വാമിയുടെ സമ്മതം കൂടാതെ പ്രവേശിക്കുന്നവരെ തടസ്സപ്പെടുത്തുവാൻ അധികാരമുള്ളതുകൊണ്ട് ഒരുവിധം ആലോചിക്കുമ്പോൾ ഇവരിൽ അപരാധമില്ല. നിരപരാധികളെ ശപിച്ചതായ കുറ്റം ഞങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഏതു വിധം ശിക്ഷിക്കണമെന്ന് നിന്തിരുമടി വിചാരിക്കുന്നുവോ ആ ശിക്ഷ ഞങ്ങളിൽ ഏൽപ്പിച്ചാലും ഞങ്ങൾ സ്വമനസ്സുകൊണ്ട് അത് ഏറ്റോളാം. അങ്ങ് കൽപ്പിക്കുന്ന ഏതൊന്നിനെയും ഞങ്ങൾ നിർവ്യാജമായിട്ട് മാനിച്ചു കൊള്ളാമെന്ന. നിർവ്യാജം, വ്യാജമില്ലാണ്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ. ശ്രീ ഭഗവാനുവാച 26. ഏതോ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംവൃത സമാധ്യനുബദ്ധയോഗോ ഭൂയ സകാശമുപയാസ്യത ആശുയോ വാ ശാപോ മയൈവ നിമിതസ്തത ദൈവത വിപ്രാഹ. ഇവർ രണ്ടുപേർ അസുരഭാവത്തെ പ്രാപിച്ചിട്ട്
ക്രോധത്താൽ നന്നായി ഭരിക്കപ്പെട്ട സമാധിയാൽ അധികം ഉറപ്പിക്കപ്പെട്ട യോഗത്തോടു കൂടിയവരായിട്ട് വീണ്ടും ശീഘ്രം സമീപത്തെ പ്രാപിക്കട്ടെ. അല്ലയോ ബ്രാഹ്മണരെ, പെട്ടെന്ന് നിങ്ങളാൽ ചെയ്യപ്പെട്ട യാതൊരു ശാപം എന്നാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഞാൻ എന്താ ആഗ്രഹിച്ചു അത് നിങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അറിയുവിൻ, അത് നിങ്ങൾ അറിയണം എന്നാണ്. അവ ഇതാ. അപ്പോൾ ഒരാളെ കൊന്നാൽ അത് ഭഗവാന്റെ ഇച്ഛയാന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മൾ അത് ഒന്നും ചെയ്യാനില്ല. അവനെ വിധിക്കാൻ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് കൊണ്ട് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. നമ്മൾക്ക് എന്തൊക്കെയാണ് സ്റ്റോക്കിൽ എന്തൊക്കെ പാപങ്ങൾ നമ്മൾ അനുഭവിക്കണം, അതൊക്കെ നമ്മൾ അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യ, എൻ്റെ അമ്മേനെ, എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചവർക്ക് കൂലി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. വിദ്വാൻമാർ പറയില്ല, ലെറ്റ് ഇറ്റ് ബി വാട്ട് ഈസ് ദർ. കാരണം എനിക്ക് എന്നാ ഇവർ അച്ഛനായത്, എന്നാ ഭാര്യയായത്, എന്നാ ഭർത്താവായത്, എന്നാ അമ്മയായത്, എന്നാ മക്കളായത്? എവർ എക്സിസ്റ്റിംഗ് ജീവനാണല്ലോ. ആ ജീവൻ ഷൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നിർവ്യാജമാണ്, വ്യാജമില്ലാണ്ടാണ് ശോഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണു, മുനിമാരെയും ഭൃത്യന്മാരെയും അനുഗ്രഹിപ്പാൻ വിചാരിച്ച ഭഗവാൻ അരുളി ചെയ്തു. മുനിമാരെയും ഭൃത്യന്മാരെയും രണ്ടു കൂട്ടരെയും ഒരേ സമയത്തിൽ അഭിനന്ദിക്കാം. ഹേ ബ്രാഹ്മണരെ, നിങ്ങൾ ഇവരിൽ ഏൽപ്പിച്ചതായ ശാപം എന്നാൽ ചെയ്യപ്പെട്ടതെന്നാണ് അറിയുവൻ. എൻ്റെ ഇച്ഛാനുസരണമാണ് നിങ്ങൾ ശപിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമില്ല. ഭഗവാന്റെ ഇച്ഛ നിർവഹിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എൻ്റെ ഭൃത്യന്മാരായ ഇവർ അസുരമാനുഷയോനികളിൽ ജനിച്ചിട്ട് അധികം കാലതാമസം കൂടാതെ വീണ്ടും എൻ്റെ സമീപത്തെ പ്രാപിക്കും. ഇതിനുള്ള ഉപായം എന്തെന്നാൽ എന്നിൽ തന്നെ ഇവരുടെ മനസ്സുറച്ചിരിക്കും. സംഗതി ആസുരീയ വൃത്തിയാണെങ്കിലും പറഞ്ഞോ, എന്നിൽ മനസ്സ് ഉറച്ചിരിക്കും. അന്യവിചാരം ഇവർക്കുണ്ടാകുകയില്ല. അതിനുപകരിക്കുന്നതായ ദ്വേഷഭാവം ഇവർക്ക് എന്നിൽ ഉണ്ടായി വരും. ദ്വേഷഭാവം. ശത്രുവായിരിക്കരുതെന്ന എന്നെ ഹനിപ്പാനുള്ള ഉപായം എന്തെന്നുള്ള നിരന്തര വിചാരം നിമിത്തം ഇവരുടെ സമാധിയോഗത്തിന് ഉറപ്പ് അധികരിക്കും. സ്നേഹഭക്തിയേക്കാൾ ദേശഭക്തിക്ക് ശക്തി കൂടുന്ന, അതാണ് ദേവകിയമ്മയ്ക്കും യശോദമ്മയ്ക്കും കിട്ടാത്ത മാതൃസ്നേഹം ആർക്ക് കിട്ടി? പൂതനയ്ക്ക് കിട്ടി. അതാണ് നിരന്തര വിചാരം ഇവരുടെ സമാധി യോഗത്തിന് ഉറപ്പ് അധികരിപ്പിക്കുന്നു പറഞ്ഞു. സ്നേഹഭക്തിയേക്കാൾ ദേശഭക്തിക്ക് ശക്തി കൂടും. അതിനാൽ ബഹുജന്മങ്ങൾ ആവശ്യമില്ല, ശീഘ്രം എന്നെ പ്രാപിക്കാം എന്ന് ഭഗവാൻ അവരെ സമാധാനിപ്പിക്കുകയാണ്. ബ്രഹ്മോവാച 27-28 ഒപ്പം പോകും. അധ തേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യചാം പ്രതിജന്മ പ്രമുദിതാ സംശന്തോ വൈഷ്ണവീം ശ്രിയം. അനന്തരം ആ മുനിമാർ കണ്ണുകൾക്ക് ആനന്ദത്തെ ജനിപ്പിക്കുന്നതും സ്വതേ തന്നെ പ്രകാശമുള്ളതുമായ വൈകുണ്ഠത്തെയും അതിൽ വസിക്കുന്ന ഭഗവാനായ വികുണ്ഠനെയും കണ്ടിട്ട് നമസ്കരിച്ചിട്ട് പ്രദക്ഷിണം ചെയ്തിട്ട് അനുജ്ഞ വാങ്ങിയിട്ട് ഏറ്റവും സന്തോഷിച്ചവരും വിഷ്ണുവിൻ്റെ ശ്രീയെ പ്രശംസിക്കുന്നവരുമായിട്ട് മടങ്ങിപ്പോയി എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞു. എന്താ ബ്രഹ്മാവ് പറഞ്ഞത്? അതിൽ പിന്നെ സനകാദികളായ മുനിമാർ നേത്രാനന്ദത്തെ നൽകുന്നവനും സ്വയം പ്രകാശസ്വരൂപനായ വിഷ്ണു ഭഗവാനെയും വൈകുണ്ഠലോകത്തെയും കണ്ട് പരമാനന്ദത്തെ പ്രാപിച്ചവരും വിഷ്ണുവിൻ്റെ ഐശ്വര്യത്തെ പ്രശംസിക്കുന്നവരുമായിട്ട് ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് അനുജ്ഞ വാങ്ങിയ ശേഷം മടങ്ങിപ്പോയി. ഇനി 29ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം.
ഭഗവാനനുഗാവാഹ യാതം മാം വൈഷ്ടമസ്തുഷം ബ്രഹ്മതേജസമർത്ഥയോ അഭി ഹന്തും നയിച്ചേ മതം തുമേ. ഈശ്വരൻ ഭൃത്യന്മാരോട് പറഞ്ഞു, പോകുവിൻ, ഭയപ്പെടേണ്ട, സുഖം ഭവിക്കട്ടെ. ഞാൻ സമർത്ഥനാണെങ്കിലും എന്തിന് ബ്രഹ്മതേജസ്സിനെ ഹനിപ്പാൻ ഇച്ഛിക്കുന്നില്ല. എനിക്ക് സമ്മതം തന്നെ. അവരെന്താ ചെയ്തത് എന്നുള്ളതിൽ എനിക്ക് സമ്മതമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബ്രഹ്മതേജസ്സിനെ ചോദ്യം ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. അനന്തരം ഭഗവാൻ സ്വഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഇപ്പോൾ പോകുവിൻ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. സനകാദികൾ ചെയ്ത ശാപത്തെ ഇല്ലാതെയാക്കുവാൻ ഞാൻ സമർത്ഥൻ തന്നെ. എങ്കിലും എൻ്റെ ഇച്ഛാസരണമായിട്ടവർ പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ അതിനെ ഞാൻ നശിപ്പിക്കുന്നില്ല. 30-ാമത്തെ ശ്ലോകം. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യക്ഷതം നികാശം മേ കാലേന അൽപീയസാ പുനാം. എന്നിൽ ക്രോധരൂപമായ സമാധിയോഗം കൊണ്ട് ബ്രഹ്മഹേളനം ബ്രാഹ്മണ തിരസ്കാരത്തെ കടന്നിട്ട് ഏറ്റവും അല്പമായ കാലത്താൽ എൻ്റെ സമീപത്തെ വീണ്ടും പ്രതിഗമിക്കുവൻ, മടങ്ങി വരുവൻ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എന്നിൽ ക്രോധരൂപമായ ഭാവത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ട് നിരന്തര സ്മരണരൂപമായ സമാധിയോഗത്താൽ ബ്രാഹ്മണരെ തിരസ്കരിച്ചതുകൊണ്ടുണ്ടായ പാപത്തെ അനുഭവിച്ച ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും എൻ്റെ അരികത്ത് നിങ്ങൾ രണ്ടുപേരും വന്നുകൊള്ളുവിൻ. ഞാൻ നിങ്ങളെ റീഅപ്പോയിൻമെൻ്റ് ചെയ്യാം എൻ്റെ കാവൽക്കാരായിട്ട്. 31-ാമത്തെ ശ്ലോകം. ദ്വാസ്ഥാവാദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയയാ ലക്ഷ്മ്യാ ജുഷ്ടം സംധിഷ്ണ്യമാവിശത്. അതിൻ്റെ വാക്കാർത്ഥം. ഈശ്വരൻ ദ്വാരപാലന്മാരോട് കൽപ്പിച്ചിട്ട് വിമാനങ്ങളുടെ സമൂഹമാകുന്ന അലങ്കാരത്തോടു കൂടിയതും എല്ലാറ്റിനും അതിശയിക്കുന്നതായ ലക്ഷ്യമാജുഷ്ടം അത് സമ്പത്തോടു കൂടിയതുമായ തൻ്റെ സ്ഥാനത്തെ പ്രവേശിച്ചു. ആര്? ഭഗവാൻ. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. ഭഗവാൻ ദ്വാരപാലകന്മാരോട് ഈ വിധം കൽപ്പിച്ച ശേഷം അനേകം വിമാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും സർവോത്കൃഷ്ടമായ കാന്തിവിശേഷത്തോടു കൂടിയതുമായ സ്വസ്ഥാനത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 32-ാമത്തെ ശ്ലോകം. തൗതു ഗീർവാണ ഋഷഭോ ദുസ്തരാധരിലോകത ഹതശ്രയോ ബ്രഹ്മശാപാത് അഭൂതാം വിഗതസ്മയോ. ആ ദേവശ്രേഷ്ഠന്മാരാകട്ടെ അതിക്രമിക്കുവാൻ കഴിയാത്തതായ ബ്രാഹ്മണശാപം ഹേതുവായിട്ട് വൈകുണ്ഠത്തിൽ നിന്ന് താഴത്തേക്ക് നശിച്ചുപോയ ശോഭയോടുകൂടിയവരും ഗർവം കുറഞ്ഞവരുമായിട്ട് ഭവിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദേവശ്രേഷ്ഠന്മാരായ ആ രണ്ടുപേർ ഭഗവാന്റെ ഭൃത്യന്മാർ അതിക്രമിപ്പാൻ കഴിയാത്തതായ ബ്രാഹ്മണശാപം നിമിത്തം വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ചു. ഭഗവത് ലോകത്തിലിരുന്ന സമയത്തുണ്ടായിരുന്ന ഐശ്വര്യവും അഹങ്കാരവും എല്ലാം നശിച്ച് അധോലോകത്തേക്ക് അവർ എത്തിപ്പെട്ടു. 33-ാമത്തെ ശ്ലോകം. ഇതിൽ 36-ാമത്തെ ശ്ലോകത്തോടു കൂടി ഈ 16-ാമത്തെ ശ്ലോകം അധ്യായം കഴിയട്ടോ. തഥാ വിഗുണ്ഠധിഷണാത്തയോർനിപതമാനയോ ഹാഹാകാരോ മഹാനാസീത് വിമാനഗ്രേഷു പുത്രകാഹ. അതിൻ്റെ ഭാവാർത്ഥം പറയാം. വൈകുണ്ഠത്തിൽ നിന്ന് അവർ വീഴുമ്പോൾ, അല്ലയോ പുത്രന്മാരെ, ഉത്കൃഷ്ട വിമാനങ്ങളുടെ ഉപരിഭാഗങ്ങളിൽ വസിക്കുന്നവരുടെ
മഹത്തായ ആഹാ എന്ന ശബ്ദമുണ്ടായി. അതായത് അതിശയത്തെ കാണിക്കുന്ന ഒരു ശബ്ദമാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്: അല്ലയോ പുത്രന്മാരെ, വൈകുണ്ഠത്തിൽ നിന്ന് കീഴ്പോട്ട് പതിക്കുന്ന അവരെ കണ്ടിട്ട് ശ്രേഷ്ഠ വിമാനവാസികളായ ദേവന്മാർ സങ്കടം നിമിത്തം ഹാ കഷ്ടം ഹാ കഷ്ടം എന്ന് പറഞ്ഞ് നിലവിളി കൂട്ടി എന്ന് പറഞ്ഞു. 34 താവേവ ഹി അധുനാ പ്രാപ്തോ പാർഷദ പ്രവരോഹരേ ദിദേർജഡര നിർവിഷ്ടം കാശ്യപം തേജ ഉൽബണം. ശ്രീഹരിയുടെ സേവകന്മാരിൽ മുഖ്യന്മാരായ ആ 2 പേർ തന്നെ ഇപ്പോൾ ദിതിയുടെ ജഡരത്തിൽ പ്രവേശിച്ചിരിക്കുന്നവരും ഭയങ്കരവുമായ കശ്യപൻ്റെ വീര്യത്തെ പ്രാപിച്ചവരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ശ്രീഹരിയുടെ പാർഷദമുഖ്യന്മാരായ ആ 2 ദേവന്മാരാണ് ഇപ്പോൾ ഉത്കടമായിരിക്കുന്ന കശ്യപവീര്യത്തെ ആശ്രയിച്ച് ദിതിയുടെ ജഡരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ അസുരന്മാർ എന്ന് പറഞ്ഞു. ഇനി 35 തയോരസുരയോരദ്യ തേജസായമയോർഹി വ ആക്ഷിപ്തം തേജയേതർഹി ഭഗവാൻ സ്തദ്വിധിൽ സതി. ഇപ്പോൾ ഇരട്ടപ്പെട്ടുണ്ടായ അസുരന്മാരുടെ പ്രഭാവത്താൽ നിങ്ങളുടെ പ്രഭാവം നിസ്സാരമാക്കപ്പെട്ടു. ഇപ്പോൾ തന്നെ സർവേശ്വരൻ അത് ചെയ്യുവാൻ ഇച്ഛിച്ചതാണ്. ഞാൻ ഭാവാർത്ഥം പറയണു: ഒരേ സമയത്തിൽ ജനിച്ച ആ 2 അസുരന്മാരുടെ തേജസ്സിനാൽ നിങ്ങളുടെ തേജസ് ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകോപദ്രവം ഭഗവതിച്ഛയെ അനുസരിച്ചു വന്നു ചേർന്നതാകയാൽ ഇതിനിപ്പോൾ പ്രതിവിധി ചെയ്യുവാൻ സാധിക്കില്ല. ഭഗവാൻ ചെയ്തുകൊള്ളും. അതായത് ഭഗവാൻ ഓരോ അവതാരത്തിനു വേണ്ടി ഓരോരുത്തരെ സൃഷ്ടിക്കണു, അവരെ പരിപാലിക്കണു, അവരെ ലയനം പ്രാപിക്കണം. ഇനി 36-ാമത്തത്, അതായത് ഈ 16-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം: വിശ്വസ്യസ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ യോഗേശ്വരൈരവിദുരത്യയോഗമായാം ക്ഷേമം വിധാസ്യതി സനോ ഭഗവാൻ സ്ത്രധീശ തത്രാസ്മദീയ വിമുഷേന കിയാനിഹാർത്ഥ. ഇതാണ് ശ്ലോകം. അതിൻ്റെ ഭാവാർത്ഥം എന്താ? സ്ഥിതിലയോത്ഭവഹേതു, അതായത് ലോകത്തിൻ്റെ സ്ഥിതിക്കും ലയത്തിനും ഉത്ഭവത്തിനും കാരണഭൂതനും ആദിയിലുള്ളവനും യോഗഫലം ദാനം ചെയ്യുവാൻ ശക്തന്മാരായവരാൽ കൂടെ അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്ത യോഗമായയോടുകൂടിയവനും ത്രിഗുണങ്ങളുടെ സ്വാമിയുമായ സർവേശ്വരൻ ക്ഷേമത്തെ ഉണ്ടാക്കും. ഈ കാര്യത്തിൽ അസ്മദീയ വിമർശേന നമ്മളുടെ ആലോചന കൊണ്ട് എന്തു ബലം? നമ്മുടെ ആലോചന കൊണ്ടൊരു ബലമില്ല. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം വരിക: യോഗേശ്വരന്മാരായ ഞങ്ങൾ കൂടെ ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തതായ യോഗമായയെ ആശ്രയിച്ചിട്ട് ലോകത്തിൻ്റെ ഹാരകാര്യങ്ങളെ നടത്തുന്ന ത്രിഗുണാധിപതിയായ ആ ഭഗവാൻ തന്നെ നമ്മൾക്ക് ക്ഷേമത്തെ നൽകും. ഭഗവത് ഇച്ഛാനുസരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രതിവിധിക്കായി കൊണ്ടുള്ള നമ്മളുടെ ആലോചന കൊണ്ട് എന്തൊരു പ്രയോജനമാണുള്ളത്? ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണ് ഉത്തമം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ ജയവിജയേ ശാപാനുഗ്രഹാദിനിരൂപണം നാമ ഷോഡശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 28/2/2025. ഇനി നമ്മൾക്ക് അടുത്ത ദിവസം, അതായത് തൃതീയ സ്കന്ധം 17-ാം അധ്യായം തുടങ്ങണം. അത് നമുക്ക് നാളെ തുടങ്ങാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും
ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.